അന്തരിച്ച മലയാളം സാഹിത്യകാരൻ പി കേശവദേവിൻ്റെ ഒരു കഥയുണ്ട്. കഥയുടെ പേര് തീപ്പൊരിയിൽ നിന്ന്. 80-90 കാലയളവിൽ UP സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ 7ാം ക്ലാസ്സിലും മലയാളം പാഠപുസ്തകത്തിൽ ഈ കഥ പഠിച്ചിട്ടുണ്ടാകും. ഒരു നാട്ടിൽ എങ്ങനെ വർഗീയ കലാപം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ കഥയുടെ ആശയം. ഒരു കവലയിൽ ചായക്കച്ചവടം നടത്തുന്ന പപ്പുപിള്ളയും തൊട്ടപ്പുറത്ത് മുറുക്കാൻ കച്ചവടം നടത്തുന്ന അദ്രുമാനും തമ്മിൽ ഒരു ഗുസ്തിയുടെ പേരിൽ നടക്കുന്ന ചെറിയൊരു വാക്ക് തർക്കം. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഗുസ്തി മത്സരത്തിൽ ഗുസ്തി പിടിക്കാനെത്തുന്ന ഹിന്ദുവും മുസ്ലിമുമായ 2 മല്ലന്മാർക്ക് വേണ്ടി വാദിച്ച് 2 പക്ഷമായി അന്യോന്യം വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അത് പിന്നീട് ഉഗ്രരൂപം പ്രാപിച്ച് ഒരു വർഗീയ കലാപമായി മാറുന്നു. നിരവധി പേർ കൊല്ലപ്പെടുന്നു. ഒടുവിൽ നാട് മുഴുവൻ നശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. വർഗീയ കലാപം അവസാനിച്ചപ്പോഴേക്കും എല്ലാം നശിച്ചിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആ അവസ്ഥയിൽ ആ വർഗീയ കലാപത്തിന് കാരണക്കാരായ പപ്പുപിള്ളയുടെയും അദ്രുമാൻ്റെയും മക്കൾ തങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകൾ മനസ്സിലാക്കി വീണ്ടും ജീവിക്കാൻ ആരംഭിക്കുന്നതോടെയാണ് കഥ അവസാനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 7ാം ക്ലാസ്സിൽ മലയാളം പാഠാവലിയിൽ ഈ കഥ പഠിക്കുവാനുണ്ടായിരുന്നു. വളരെ ശ്രദ്ധയോടെ രസകരമായി അന്നത്തെ 7ാം ക്ലാസ്സുകാർ ഈ കഥ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള കഥകളൊക്കെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തി കുട്ടികളെ പഠിപ്പിച്ചതുകൊണ്ടാണ് കേരളം ഇന്നും വർഗീയവാദികൾക്ക് ഒരു പരിധിവരെ പിടികൊടുക്കാതെ നിൽക്കുന്നത്. എന്നാൽ അത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. കാരണം നമുക്കറിയാം, ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ കാണാതായ അർജുൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെടുക്കുന്നതുവരെ എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് പലയിടത്തു നിന്നായി വെറുപ്പിൻ്റെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അർജുൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ അവർ തുടർന്നു വന്ന നുണപ്രചരണങ്ങൾക്ക് അനുബന്ധമായി പുതിയ കള്ളങ്ങൾ ഇന്ന് കേൾക്കാൻ കഴിഞ്ഞേനെ. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെ കേന്ദ്രീകരിച്ചാണ് ഈ നുണകൾ മുഴുവൻ ഈ സംഘങ്ങൾ പടച്ചുണ്ടാക്കിയത്. കള്ളത്തടി, സ്വർണ്ണക്കടത്ത് എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ മനാഫിനെതിരെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അയാൾ അപകടം നടന്ന സ്ഥലത്ത് തന്നെ തുടരുകയും അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ദൃഢചിന്തയോടെ ദിവസങ്ങൾ തള്ളി നീക്കുകയുമായിരുന്നു. ഈ കൊടും വെറുപ്പിൻ്റെ നുണകൾ ഉൽപ്പാദിപ്പിച്ചു വിട്ട ഫാക്ടറികൾ ഏതായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്കറിയാം. സംഘപരിവാർ ഫാക്ടറികൾ. അർജുൻ്റെ മൃതദേഹവും ലോറിയും പുഴയ്ക്കടിയിൽ നിന്നും കണ്ടെടുത്തു എങ്കിലും ഇപ്പോഴും അവർ നുണപ്രചരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടെടുക്കുന്നതിന് മുൻപ് വേറൊരു രീതിയിൽ, കണ്ടെടുത്ത ശേഷം മറ്റൊരു രീതിയിൽ. അത്രമാത്രമേ അവരെ സംബന്ധിച്ച് വ്യത്യാസമുള്ളൂ. മതം എന്ന വസ്തുതയിലൂന്നി പ്രചരണം നടത്തുക എന്നുള്ളതാണ് ചില സംഘികൾ അവലംബിച്ചു വരുന്ന രീതി. കാരണം ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മതം അത്രത്തോളം അവന് പ്രാധാന്യമുള്ളതാണ്. ആ മതത്തിന് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ട മതം പിന്നിലാകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥതകളുണ്ടാകും. ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളിലൂടെ അത്തരം അസ്വസ്ഥതകളെ വളർത്തിയെടുത്ത് അത് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഗണത്തിൽപ്പെട്ട സംഘിക്കൂട്ടങ്ങൾ ചെയ്യുന്നത്. കർണാടകയിലെ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ട് കാണാതായ മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെടുത്തത്. അപകടം നടന്ന് ഏകദേശം 70 ദിവസത്തിനു ശേഷം. അപകടം സംഭവിച്ചതിനു ശേഷം മൃതദേഹം ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിൽ എന്തുമാത്രം നുണകളാണ് സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചു വിട്ടത് എന്നുള്ളത് നമുക്ക് മുന്നിലുണ്ട്. സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തിന് ഏറ്റവും കൂടുതൽ ഇരയായത് കാണാതായ ലോറിയുടെ ഉടമസ്ഥൻ മനാഫായിരുന്നു. ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം സംഘികളുടെ കൂട്ടം അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ സുഹൃത്തിൻ്റെ ശവശരീരം കണ്ടെടുക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ അപകടം നടന്ന സ്ഥലത്ത് തുടർന്ന് മനാഫ് ഒടുവിൽ തൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു. സംഘിക്കൂട്ടങ്ങൾ ഇതുവരെ ഉൽപ്പാദിപ്പിച്ചു വിട്ട നുണകളെല്ലാം നുണകൾ തന്നെയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം തെളിഞ്ഞു. എന്നിട്ടും മനാഫിനെ അവർ വിടുന്ന മട്ടില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തെ അവർ വീണ്ടും വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽ-ഖ്വയ്ദ തീവ്രവാദികളെക്കാൾ വലിയ തീവ്രവാദിയാണ് മനാഫ് എന്നുവരെ പറഞ്ഞ ആൾക്കാർ ഈ സംഘികൾക്കിടയിലുണ്ട്. മനാഫും മനാഫിൻ്റെ കുടുംബവും എന്തുമാത്രം മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വസ്തുതയാണ്. ഞാനിവിടെ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ BJPയുടെ വനിതാ മുഖമായ ലസിത പാലയ്ക്കൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് അപകടത്തിൽ കാണാതായ അർജുൻ്റെ മൃതദേഹവും വാഹനവും കണ്ടെത്തിയതിന് ശേഷം
ആ പോസ്റ്റ് ഇങ്ങനെയാണ്: തനിക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടിയേക്കാവുന്ന ലോറിയുടെ ഇൻഷുറൻസ് തുക അർജുൻ്റെ കുടുംബത്തിന് നൽകി മനാഫ് മാതൃക കാട്ടുമെന്ന് പ്രത്യാശിക്കുന്നു. ഒരു അപകടം നടന്ന് 70 ദിവസത്തോളം കഴിഞ്ഞു. കാണാതായ ആളെ കണ്ടെത്താനുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊന്നും ഇത് സംബന്ധിച്ച് യാതൊന്നും മിണ്ടാത്ത ലസിത പാലയ്ക്കൽ മൃതദേഹം കണ്ടെത്തിയ ശേഷമിട്ട പോസ്റ്റാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം അസ്വസ്ഥതയാണ് അവരുടെ ഉള്ളിലുള്ളതെന്ന്. മനാഫ് എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരാതെ അപകടം നടന്ന സ്ഥലത്ത് തന്നെ തുടർന്ന് മൃതദേഹം കണ്ടെത്തുവാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് ഓർക്കാതെയാണോ ഇവർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്? ജീവനോടെ അല്ലെങ്കിൽ മൃതദേഹമായി അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇൻഷുറൻസ് തുക അർജുൻ്റെ കുടുംബത്തിന് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് മനാഫ് പ്രയത്നിച്ചത്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത്, അല്ലെങ്കിൽ ഇവരെപ്പോലെയുള്ളവർ പറയുന്നത്, വാഹനത്തിന് ലഭിക്കുന്ന ഇൻഷുറൻസ് തുക അർജുന് നൽകണമെന്നാണ്. ഈ സമൂഹത്തിനു വേണ്ടി യാതൊരു നല്ല കാര്യവും ചെയ്യാത്ത ആൾക്കാരുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. മൃതദേഹം കിട്ടുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വരെ ഇക്കൂട്ടർ ആഘോഷിക്കുകയായിരുന്നു. മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ വേട്ടയാടുകയായിരുന്നു. ഒടുവിൽ മൃതദേഹം ലഭിച്ചപ്പോൾ പ്ലേറ്റ് തിരിച്ചിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് പറയാം, പഠിച്ചതല്ലേ പാടൂ എന്ന്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ, ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആ പോസ്റ്റിന് ചുവടെ വന്ന് അന്തസ്സും ആഭിജാത്യവുമുള്ള BJP പ്രവർത്തകർ തന്നെ ലസിത പാലയ്ക്കലിനെ തെറി വിളിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിന് ചുവടെ വന്നൊരു കമൻറ്റ് എന്നെ വളരെ ആകർഷിച്ചു. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലേ? വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഓരോ പോസ്റ്റ് ഇടും. മനാഫ് അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കട്ടെ. നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നോക്ക്, അല്ലാതെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കേണ്ട. എന്നിട്ട് അതിനൊപ്പം ഈ കമ്മ്യൂണിറ്റ വ്യക്തി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മിയും കൊങ്ങിയും ഒന്നുമല്ല, സംഖ്യ തന്നെയാ എന്ന്. ഈ വീഡിയോ കാണുന്നവർ ലസിത പാലയ്ക്കലിട്ട ആ പോസ്റ്റിന് താഴെ പോയി ഒന്ന് നോക്കണം. ഏതെങ്കിലും ഒരാൾ നല്ല വർത്തമാനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ചൊറിയാൻ വേണ്ടി ഇട്ട സാധനം, പക്ഷേ ചൊറിഞ്ഞത് നാട്ടുകാരാണ് എന്ന് മാത്രം. അതിന് മറ്റൊരു കമൻറ്റ് കൂടിയുണ്ട്: ഈ സാഹചര്യത്തിലും നീ വിഷം തുപ്പുന്നത് അദ്ദേഹം ഒരു മുസൽമാനായി പോയി എന്നതുകൊണ്ടാണെങ്കിൽ അയാളുടെ കണ്ണുകളിൽ നിന്ന് വന്ന ഒരു തുള്ളി കണ്ണുനീരാണ് നിനക്കുള്ള അയാളുടെ മറുപടി. അതാണ് അയാൾക്ക് അർജുനോടുള്ള ആത്മാർത്ഥത. പിന്നെ ലസിത പാലയ്ക്കൽ, തങ്ങളോട് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഞാനും ഒരു ഹിന്ദുവാണ്. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഹിന്ദു. ഏതു സാഹചര്യത്തിലും ഇതുപോലെ വിഷം തുപ്പാതിരിക്കാൻ ശ്രമിക്കുക. മനാഫ്, അദ്ദേഹം അയാളുടെ ശരികൾ ജീവിച്ചോട്ടെ. ഈ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി: ഇതിനു മുകളിൽ എനിക്കൊന്നും പറയാനില്ല എന്ന്. പണ്ട് ഹിന്ദു ഐക്യവേദി നേതാവായ KP ശശികലയ്ക്ക് ഹിന്ദുക്കളെ ഉണർത്തുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അവർ അവരുടെ പ്രസംഗത്തിനിടയിൽ എപ്പോഴും പറയും, ഹിന്ദു ഉണരണം, അയോധ്യയിൽ ഹിന്ദു ഉണർന്നു, ഗുജറാത്തിൽ ഹിന്ദു ഉണർന്നു എന്നൊക്കെ. അതേപോലെ ലസിത പാലയ്ക്കലും ഹിന്ദുവിനെ ഒന്ന് ഉണർത്താൻ നോക്കിയതാണ്. സത്യം പറയാമല്ലോ, ഹിന്ദു ഉണർന്നു, അല്ലെങ്കിൽ ലസിത പാലയ്ക്കൽ വിളിച്ചുണർത്തി. പക്ഷെ പിന്നെ നമ്മൾ കണ്ടത് ഈ ഉണർന്ന ഹിന്ദു ഉണർത്തിയ ലസിത പാലയ്ക്കലിനെ കാലേവാരി തൂക്കിയെടുത്ത് തറയിലടിക്കുന്ന കാഴ്ചയാണ്. എന്തിനും ഏതിനും ചപ്പടാച്ച് ന്യായവും കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സംഖ്യയെങ്കിലും തന്നെ പിന്തുണയ്ക്കാനെത്തുമെന്ന് ലസിത വിചാരിച്ചു കാണും. പക്ഷെ ആരും എത്തിയില്ല. ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കിയതുമില്ല. മാത്രമല്ല, ഈ ചപ്പടാച്ചി സംഖ്യകളൊക്കെ ഞാൻ നല്ലവനാണെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായി ഇതിനെ കാണുകയും ചെയ്തു. കൂട്ടത്തോടെ പോസ്റ്റിൽ കയറി അങ്ങ് മേഞ്ഞു. ചോദിച്ചു വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇനിയും ഏതെങ്കിലും വിഷയത്തിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായി എത്തണമെന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഉറപ്പായും ലസിത ഇത് ഓർക്കും.